എറണാകുളം മഹാരാജാസ് കോളേജിൽ വനിതാ ജീവനക്കാരി ഉൾപ്പെടെ 3 പേർക്ക് നേരെ നായയുടെ ആക്രമണം. രാവിലെ കോളേജ് തുറക്കാൻ എത്തിയപ്പോഴാണ് ജീവനക്കാരിയായ നിത്യയ്ക്ക് നേരെ നായയുടെ ആക്രമണം ഉണ്ടായത്. പരിക്കേറ്റ ജീവനക്കാരിയെ എറണാകുളം ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ വന്ന വിദ്യാർത്ഥിക്കും 1ാം വർഷ വിദ്യാർത്ഥിക്കും നായയുടെ കടിയേറ്റിട്ടുണ്ട്. വിവരങ്ങളുമായി എറണാകുളത്ത് നിന്ന് സഹിൻ ആന്റണിയാണ് ചേരുന്നത്. സഹിൻ, ഇപ്പോൾ കേരളത്തിൽ നിരത്തിൽ എവിടെ ഇറങ്ങിയാലും ഒരു നായയുടെ കടിയേൽക്കുവാനുള്ള സാധ്യത നമുക്കെല്ലാവർക്കും മുന്നിലുണ്ട്. എറണാകുളം മഹാരാജാസ് കോളേജിനകത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് പറയുമ്പോൾ എറണാകുളത്ത് അത്രയധികം നായശല്യം ഉണ്ട്. അതും കൊച്ചി നഗരത്തിന്റെ ഹൃദയഭാഗത്തിലടക്കം നായശല്യം രൂക്ഷമാണ് എന്നതല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും ലക്ഷ്മി, എറണാകുളം മഹാരാജാസ് കോളേജിൽ മാത്രമല്ല തൊട്ടടുത്തുള്ള ജില്ലാ കോടതിയിലും നായയുടെ കടിയേറ്റു എന്നുള്ളതാണ്. അതും ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരനെയാണ് ജില്ലാ കോടതിയിൽ നായ കടിച്ചത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് എറണാകുളം ജനറൽ ആശുപത്രിയിലാണ്. ജനറൽ ആശുപത്രി ഈ പറയുന്ന മഹാരാജാസ് കോളേജിൽ നിന്നുള്ള ഈ സ്റ്റാഫിനെയും ഒപ്പം തന്നെ 1ാം വർഷ വിദ്യാർത്ഥിയെയും ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മഹാരാജാസ് കോളേജിലെ ജീവനക്കാർ അടക്കം ഇവിടെ ഉണ്ട്. അവരോടൊക്കെ ഒന്ന് ചോദിക്കാം, എന്താണിത് സംഭവിച്ചത്, എന്തായിരുന്നു? ഇന്ന് രാവിലെ നിത്യ ഓഫീസ് അറ്റൻഡറാണ്, ഞങ്ങളിവിടെ വർക്ക് ചെയ്യണതാണ്. അപ്പോൾ നിത്യ ഇന്ന് രാവിലെ ഓഫീസ് തുറക്കാൻ വേണ്ടി വന്നപ്പോൾ അവിടെ ഒരു പട്ടി വന്ന് പെട്ടെന്ന് കടിക്കുക ചെയ്ത്. ആഴത്തിലുള്ള മുറിവാണ് ഉണ്ടായേക്കണത് കാലിൽ. അതുകൂടാതെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് വന്ന വഴി ഇവിടെ ഒരു പയ്യനെയും കൂടി അഡ്മിറ്റ് ചെയ്തതായിട്ട് അറിയാൻ കഴിഞ്ഞു. അപ്പോൾ ആ പയ്യനും ഇപ്പോൾ ഹോസ്പിറ്റലുണ്ട്. പുതിയതായിട്ട് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ആ പയ്യനെ ഒന്ന് കടിച്ചിട്ടുണ്ട്. കുറച്ചാളായിട്ട് പട്ടിശല്യം അവിടെ ഉണ്ട്. പക്ഷെ നമുക്ക് ഓപ്പറേഷനിലൊക്കെ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാനടക്കം അവിടെ പോയിട്ട് ഓപ്പറേഷനിൽ പരാതി കൊടുത്തിട്ടുള്ളതാണ്. പക്ഷേ ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ ഇതൊക്കെ ഉണ്ടായെന്നുള്ളതാണ്. കോർപ്പറേഷനിൽ ഇത് പരാതിപ്പെട്ടിട്ട് പട്ടിയെ പിടിക്കാനോ അല്ലെങ്കിൽ അതിനെ വന്ധീകരണം ചെയ്യാനോ ഒന്നും ആരും അങ്ങോട്ടേക്ക് വന്നില്ല? ഇല്ല ഇതുവരെ ആരും വന്നിട്ടില്ല. നിരന്തരമായി നിങ്ങൾ പരാതിപ്പെട്ടിരുന്നു? 3 പ്രാവശ്യത്തോളം പരാതി കൊടുത്തിട്ടുണ്ടെന്നാണ് അവിടെ ഈ സാറടക്കം പറയുന്നത്. അവിടുത്തെ ക്ലർക്കാണ് സാറടക്കം 3 പ്രാവശ്യത്തോളം പരാതി കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അധ്യാപകനാണോ അവിടുത്തെ? ക്ലർക്കാണ് ആ സെക്ഷൻ കൈകാര്യം ചെയ്യുന്നത്. സാർ ഇതിനു മുമ്പ് പരാതി കൊടുത്തിരുന്നു? പലതവണ കോർപ്പറേഷനിലേക്ക് പരാതി കൊടുത്തിട്ടുണ്ട് ഉള്ളതാണ്. എന്നാൽ ഇതുവരെ തക്കതായ നടപടികൾ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ പട്ടീനെ പിടിച്ചോണ്ട് പോയോ, അല്ലെങ്കിൽ എങ്ങനെയാണ്? പട്ടി അവിടെ ഉണ്ടോ? പട്ടികൾ ക്യാമ്പസിലുണ്ട്. മിക്കവാറും കാണാൻ പറ്റുമായിരിക്കും. ക്യാമ്പസിനകത്ത് ഇപ്പോഴും പട്ടി ഉണ്ടാവണം. ഞങ്ങൾ കാണുമ്പോൾ എപ്പോഴും ഉണ്ടാവാറുണ്ട്. രാവിലെയും വൈകിട്ടാണ് കൂടുതൽ ശല്യമുള്ളത്. അതിരാവിലെയും പിന്നെ വൈകിട്ട് ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ ഇഷ്ടംമാരെ പട്ടികളെ നമ്മൾ കാണാറുണ്ട്. വിദ്യാർത്ഥികളുള്ള സമയത്ത് ഈ പട്ടികൾ അവിടെ ഉണ്ട്. വിദ്യാർത്ഥികളുള്ള സമയത്ത് നമ്മൾ കാണാറുണ്ട്. അത് തന്നെയാണ് ലക്ഷ്മി മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇവർ പറയുന്നത് പോലെ തന്നെ 2 പേരെ, മഹാരാജാസ് കോളേജിലെ 3 പേരെയും ഒപ്പം തന്നെ ഈ ജില്ലാ കോടതിയിലെ 2 പേരെയും പട്ടി കടിച്ചു എന്നുള്ളതാണ്. ഇന്നലെ ആയിരുന്നു നായയുടെ കടിയേറ്റത് ജില്ലാ കോടതിയിൽ. ഇന്ന് മഹാരാജാസ് കോളേജിൽ നിത്യ എന്ന് പറയുന്നത് അവിടുത്തെ ഒരു ക്ലർക്കാണ്. അവരിന്ന് കോളേജ് തുറക്കാൻ വേണ്ടി എത്തിയപ്പോഴാണ് അവർക്കും കടിയേറ്റിട്ടുള്ളത്. ഇവർ 2 പേരെയും എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. 1ാം വർഷ വിദ്യാർത്ഥിക്കും കടിയേറ്റിട്ടുണ്ട്. അങ്ങനെ 3 പേർക്ക് ഇന്ന് മഹാരാജാസ് കോളേജിൽ മാത്രം നായയുടെ കടിയേറ്റു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലക്ഷ്മി, സഹിൻ ആന്റണിയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.